السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിലൊക്കെ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് മുത്തഖീകളായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മിനിയൂട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയയുടെ മൂന്നാമത് സന്നദ്ധാന സമ്മേളനവുമായി ബന്ധപ്പെട്ടതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഒരു പ്രദേശത്ത് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വൈകുന്നേര സമയം പടച്ച റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെയായി ഉപയോഗപ്പെടുത്തുക എന്ന നിയ്യത്തോടു കൂടി നമ്മളെല്ലാവരും ഈ ഒരു സംരംഭത്തെ കാണണമെന്നാണ് എന്നോടും നിങ്ങളോടുമൊക്കെ ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹുവിന്റെ ദീനു പറയുന്ന സദസ്സുകൾ വലിയ മഹത്വമുള്ള, നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ പ്രതിഫലം ലഭിക്കുന്ന മഹനീയമായ സദസ്സുകളാണ്. ആ ഒരു നിയ്യത്ത് ശരിയാക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമായി നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്കുള്ള പാത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സംസാരത്തിൽ സൂചിപ്പിക്കാനായി സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളായ മുഴുവൻ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കാര്യമാണ് സ്വർഗപ്രവേശനം എന്നത്. ഇനി പാരത്രികമായ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിലും അവരും തന്നെ ജീവിതശേഷം ശാന്തി ലഭിക്കണം, സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് സംവിധാനിച്ചത് പ്രധാനമായും 3 ലോകങ്ങളാണ്. ഒന്ന്, ഈ ദുനിയാവിലേക്ക് നാം ജനിച്ചു വീഴും മുമ്പെയുള്ള ആത്മാവുകളുടെ ലോകമാണ് ആലമുൽ അർവാഹ് എന്നറിയപ്പെടുന്നത്. അവിടെ കർമ്മങ്ങളില്ല, അധ്യാപനങ്ങളില്ല, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നമുക്കതേക്കുറിച്ച് കൂടുതലൊന്നും അറിയുകയുമില്ല. ശേഷം പിന്നെ നാം ജീവിക്കുന്ന ഈ ദുനിയാവിലാണ്. ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ പാരത്രികമായ ലോകവുമാണ്. ദുനിയാവ് കർമ്മങ്ങളുടെ ലോകമാണെങ്കിൽ പരലോകം പ്രതിഫലങ്ങളുടെ ലോകമായിട്ടാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. ഇവിടെ ദാറുൽ അമലാണ്, അവിടെ ദാറുൽ ജസാ ആണ്. അമലിന്റെ ലോകമാണ്, കർമ്മങ്ങളുടെ ലോകമാണ് ഈ ദുനിയാവ്. ഇവിടെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി 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 വരുന്ന രീതിയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പാരത്രികമായ ലോകമാണ് അൽ ആഖിറ എന്ന് പറയുന്ന പരലോക ഭവനം. അവിടെ ഒന്നുകിൽ സുഖം മാത്രമാണ്, അല്ലെങ്കിൽ പ്രയാസം മാത്രമാണ്. സ്വർഗലോകത്താണ് എങ്കിൽ അവിടെ സന്തോഷവും സമാധാനവും മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകവചനങ്ങളും പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കില്ലാബാ, ഒരു അനാവശ്യമായ വാക്ക് പോലും കേൾക്കേണ്ടി വരികയില്ല, കള്ളമായ വ്യാജമായ വർത്തമാനങ്ങളില്ല, തഅ്സീമില്ല, കുറ്റപ്പെടുത്തലില്ല. ലാ യസ്ദഊന അൻഹാ, തലവേദന പോലുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ ഒന്നുമില്ലാത്ത, മോശമായ വാക്കുകൾ കേൾക്കേണ്ടതില്ലാത്ത, കുറ്റപ്പെടുത്തലില്ലാത്ത, സലാം മാത്രമുള്ള, ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സലാം 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 എന്ന സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത ലോകമാണ് സ്വർഗീയ ഭവനമെന്നത്. ഒന്നുകിൽ അതാണ് പരലോകത്തുണ്ടാവുക. അപ്പോൾ നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലെങ്കിൽ നരകമാണ്. പ്രയാസങ്ങൾ മാത്രമുള്ള, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാത്രമുള്ള, ആശ്വാസത്തിന്റെ ഒന്നുമില്ലാത്ത ലോകമാണല്ലോ നരകമെന്നത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന സൂറത്തിലെ ആയത്താണല്ലോ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അതിൽ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ പ്രയാസകരമായ സാഹചര്യമാണ് നരകത്തിലുള്ളത്. അവിടെ ആശ്വാസത്തിന്റെ ഒന്നുമില്ല, സമാധാനത്തിന്റെ ഒന്നുമില്ല. തണുപ്പും ചൂടുമൊക്കെ അതികഠിനമായി സഹിക്കാൻ കഴിയാത്ത ശക്തമായ തണുപ്പും അതേപോലെ ശക്തമായ ചൂടും, അത് രണ്ടും കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ലോകമാണ് നരകം എന്നുള്ളത്. യാതൊരു ആശ്വാസവുമില്ല. ഒരു ദിവസമെങ്കിലും ഒരൽപ്പം ആശ്വാസം ലഭിക്കുമോ എന്ന് കിണഞ്ഞ് കേണ് അപേക്ഷിക്കുമ്പോഴും ഇല്ല. യാതൊരു സമാധാനത്തിന്റെ വാക്ക് പോലും ഇല്ലാതെ കൂടുതൽ കൂടുതൽ ശിക്ഷയിലേക്ക് വിളിച്ചേക്കപ്പെടുന്ന സാഹചര്യമാണ് നരകാഗ്നിയിലുള്ളത്. റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് റബ്ബ് മനുഷ്യർക്ക് നിശ്ചയിച്ച ജീവിതം എന്നുള്ളത്. ഒന്ന് ദുനിയാവാണ്, മറ്റൊന്ന് ആഖിറമാണ്, പരലോകമാണ്. ദുനിയാവ് ദാറുൽ അമലാണെങ്കിൽ ആഖിറം ദാറുൽ ജസാ ആണ്. ഇവിടെ കർമ്മങ്ങളുടെ ലോകമാണ്, അവിടെ പ്രവർത്തനങ്ങളുടെ ലോകം, അവിടെ പ്രതിഫലങ്ങളുടെ ലോകമാണ്. ഇവിടെ പ്രതിഫലമില്ല, ഇവിടെ കർമ്മങ്ങൾ മാത്രമാണ്. അവിടെ കർമ്മമില്ല, പ്രതിഫലം മാത്രമാണ്. അവിടെ എത്തിയ ശേഷം പിന്നെ എന്തെങ്കിലും ഒന്ന് അധികമായി ചെയ്യാൻ, ഒരു നിസ്കാരമെങ്കിലും ഏറെ നിസ്കരിക്കാൻ, ഒരു ദിക്റെങ്കിലും, ഒരു സ്വലാത്തല്ലെങ്കിലും, ഒരു ഖുർആനിക വചനമെങ്കിലും അധികമായി പാരായണം ചെയ്യുവാൻ, ഒരു ഇബാദത്ത് അധികമായി ചെയ്യുവാൻ പിന്നെ സംവിധാനമില്ലാത്തതാണ് പാരത്രികമായ ഭവനം എന്നത്. ആളുകൾ അപേക്ഷിച്ചു നോക്കും. മരണസമയത്ത് പോലുമുള്ള വിലാപം അല്ലാഹു തആല പറഞ്ഞുവല്ലോ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബേ, ഒരൽപ്പം കൂടെ നീട്ടിത്തരാമോ, ഒരൽപ്പം കൂടെ പിന്തിപ്പിക്കാമോ റബ്ബേ, ഞാൻ നന്നായിക്കൊള്ളാം, സ്വതക്ക ചെയ്തു കൊള്ളാമെന്ന് മരണസമയത്ത് പോലും വിലപിക്കുന്ന വിലാപമുണ്ട്. പക്ഷെ രക്ഷയില്ല, പ്രയോജനമില്ല. മടക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനകളൊന്നും സ്വീകരിക്കപ്പെടാതെ ഈ ലോക ജീവിതം അവസാനിച്ച്
യാത്ര പോകേണ്ടി വരുന്നു. അവസാനം നരകത്തിൽ കടന്ന് ബന്ധരിയുമ്പോഴും മനുഷ്യന്റെ വിലാപത്തെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ പരിചയപ്പെടുത്തി. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നരകത്തിൽ കടന്ന് ആർത്തു വിളിക്കുകയാണ്, ആർത്തട്ടഹസിച്ച് വിലപിക്കുകയാണ്, കരയുകയാണ്. റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ ഒന്ന് പുറത്തേക്ക് ആക്കിത്താ, എങ്കിൽ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളൊന്നും ഉപകാരപ്പെട്ടില്ല, അതുകൊണ്ടൊന്നും രക്ഷപ്പെടാനായില്ല. അതുകൊണ്ട് അതല്ലാത്ത കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ, ഒന്ന് മടക്കി തന്നെ എന്ന് നരകത്തിൽ കിടന്ന് ആർത്തു വിളിച്ച് വാവിട്ട് കഴിഞ്ഞ് വിലപിച്ചു നോക്കുമെന്നാണ്. പക്ഷേ പ്രയോജനമില്ല. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. വേണമെങ്കിൽ ചിന്തിക്കാവുന്ന പ്രായം നിങ്ങൾക്ക് നാം നൽകിയില്ലേ? വജാഅകുമുൻ നദീർ. മുന്നറിയിപ്പുകാർ നിങ്ങൾക്ക് വരികയും ചെയ്തില്ലേ എന്ന തിരിച്ചുള്ള ചോദ്യമാണ് അവർക്കുണ്ടാവുക എന്ന് സൂറത്തുൽ ഫാത്തിറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. മരണമെന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ആർക്കും തർക്കമില്ല. അവിടെ ജാതിയോ മതമോ മറ്റ് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത വിധം എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ നിന്ന് മരിക്കുമെന്നുള്ളത് സംശയമില്ല. എപ്പോ മരിക്കും? ഏതു സമയത്തും മരിച്ചേക്കാം, ഏതു സമയത്തും മരിച്ചേക്കാം. ഈ മാസം മരിക്കുമോ നമ്മൾ അറിയില്ല, മരിച്ചേക്കാം. ഈ ആഴ്ചയിൽ മരിക്കുമോ, അല്ല ഇന്ന് മരിക്കുമോ, ഈ സമയത്ത് മരിച്ചു വീഴുമോ, സാധ്യതയുണ്ട്. ആർക്കും നിഷേധിക്കാനാവില്ല. ഏതു സമയം അവസാനിക്കാവുന്നതാണ് ഈ ലോക ജീവിതം എന്നത് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞുവല്ലോ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും അറിയില്ല, എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയില്ല. ആരെവിടെ വെച്ചാണ് മരിക്കുക ആർക്കും അറിയില്ല. നാളെ ഞാൻ എന്തു ചെയ്യും ആർക്കും പറയാൻ കഴിയില്ല. പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. രാവിലെ ഇറങ്ങണം, ഇന്ന സ്ഥലത്തൊക്കെ പോകണം, ഇന്ന ആളുകൾക്ക് കാണണം, വൈകുന്നേരം തിരിച്ചെത്തണം. പ്ലാൻ ഉണ്ട്, പക്ഷേ അതാണോ നടക്കുക അറിയില്ല. ഒരു പക്ഷേ മാറ്റം വന്നേക്കാം. ഒരു ചെറിയ ഫോൺ കോൾ വന്നാൽ മതി നമ്മൾ പ്ലാനൊക്കെ മാറ്റി വെക്കാൻ. ഒരു ചെറിയ അപകടമുണ്ടായാൽ മതി, കുടുംബത്തിൽ വല്ലതും സംഭവിച്ചാൽ മതി, അവിടേക്ക് എല്ലാ പ്ലാനും മാറ്റിവെച്ച് അതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നു. നാളെ ഞാൻ എന്തു ചെയ്യുമെന്ന് ഒരാൾക്കും അറിയില്ല, എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയുകയില്ല. റഹ്മാനായ റബ്ബിന്റെ തീരുമാനം നടക്കുന്നുവെന്ന് മാത്രം. എങ്കിൽ ആ മരണശേഷം അനുഭവിക്കാൻ പോകുന്ന പാരത്രികമായ ലോകം, ബർസഖും കഴിഞ്ഞ ആഖിറമെന്ന ആ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവനാരോ അവനാണ് വിജയിക്കുന്നത്, തീർച്ചയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്നത് വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമില്ല എന്നുകൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് രക്ഷ എന്നുള്ളത്, വിജയം എന്നുള്ളത് നരകമോചനമാണ്, സ്വർഗപ്രവേശനമാണ്. അതാ രക്ഷ. തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ ആ സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതല്ലാതെ ഈ ദുനിയാവിൽ വലിയ സൗകര്യങ്ങളും വലിയ വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും ധാരാളമായ സമ്പാദ്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രം വിജയമാകണമെന്നില്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിച്ചു പോകേണ്ടതാണ്. ഇവിടെ ബാക്കി വെച്ച് പോകും. എത്ര ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകേണ്ടതാണ്. 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയി മറമാടപ്പെടുക തന്നെ ചെയ്യും. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, യത്ബഉൽ മയ്യിത സലാസുൻ, ഒരു മയ്യിത്തിന്റെ കൂടെ 3 കാര്യങ്ങൾ പോകും. നബി തങ്ങൾ പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസുൻ, ഒരു മയ്യിത്തിന്റെ പിന്നാലെ 3 കാര്യമാണ് കൂടെ പോവുക. പക്ഷേ ഫയർജു ഇസ്നാനി വയബ്ഖാ വാഹിദ്,
ആ 3-ൽ 2 തിരിച്ചു പോരും, ഒന്നവിടെ ബാക്കിയാകുമെന്നാണ്. നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുമാണ്. അവന്റെ കൂടെ 3 കാര്യം പോകും. ഒന്ന്, അവന്റെ കുടുംബം കൂടെ പോകും. 2, അവന്റെ സമ്പത്ത് കൂടെ പോകും. 3, അവന്റെ അമലുകൾ കൂടെ പോകും. പക്ഷേ എന്നിട്ട് 2 മടങ്ങുകയാണ്. കുടുംബങ്ങൾ മടങ്ങിപ്പോരും, സമ്പത്ത് വരും കൂടെ കൊണ്ടുപോയാൽ. ഒരു അധികമായ തുണി, ഒരു പുതപ്പ് ആ മയ്യത്ത് കട്ടിന് മേലിട്ടാൽ അതുപോലും തിരിച്ചു പോരും, അതവിടെ നിൽക്കുന്നില്ല. അവന് അമല് മാത്രം ബാക്കിയാകുന്നു, ബാക്കിയെല്ലാം തിരിച്ചു പോകുന്നു. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, സ്വന്തം വാപ്പാന്റെ മയ്യത്താണെങ്കിലും, പൊന്നോമന മക്കളുടെ മയ്യത്താണെങ്കിലും ശരി, അത് ഖബറിലേക്ക് ഇറക്കി വെച്ച് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ ഓരോരുത്തരായി തിരിച്ചു പോന്ന് അവസാനം എത്ര സ്നേഹമുള്ളവനും പറയാറില്ല, ഞാൻ തൽക്കാലം രാത്രി ഇവിടെ കിടക്കാം, എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ മകനാണ്, അതുകൊണ്ട് ഞാൻ തൽക്കാലം പോരുന്നില്ല, ഇവിടെ കിടക്കട്ടെ എന്ന് പറയാറില്ല. കുറച്ചു സമയം ഏറെ നിന്ന് അയാളും സങ്കടപ്പെട്ട് തിരിച്ചു പോരുന്നു. കുടുംബം മടങ്ങിപ്പോരുന്നു, സമ്പത്ത് മടങ്ങിപ്പോരുന്നു. അവന്റെ അവൻ അമലവിടെ ബാക്കിയാകുന്നു. ഈ രംഗം സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. സത്യമാണ്. ഇന്ന് മരിച്ചാൽ ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കൊണ്ടുപോയി മറമാടപ്പെട്ടാൽ അവിടെ മുതൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, സത്യമായ കാര്യങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയും. അവിടെ രക്ഷപ്പെടണം. ആ ബർസഖി ലോകം സന്തോഷപൂർണമായിരിക്കണം. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തണം. ഖബറിലേക്ക് സ്വർഗീയമായ കവാടങ്ങൾ തുറക്കപ്പെടണം. സ്വർഗീയമായ ആനന്ദങ്ങൾ അനുഭവിക്കണം. പഠിപ്പിക്കപ്പെട്ടുവല്ലോ, ഖബർ എന്നത് ഒന്നുകിൽ സ്വർഗീയമായ പൂന്തോപ്പായിരിക്കും, അതല്ലെങ്കിൽ നരകത്തിന്റെ കുഴികളിൽപ്പെട്ട ഒരു കുഴിയായി മാറുമെന്നാണല്ലോ ഖബറിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടത്. എങ്കിൽ സഹോദരങ്ങളെ, ആ സ്വർഗം നേടാൻ, ബർസഖ് സന്തോഷപൂർണമാവാൻ എന്താണ് വഴി, എന്താ നമ്മൾ ചെയ്യേണ്ടത്? തീർച്ചയായും അറിഞ്ഞേ പറ്റൂ. ദുനിയാവിൽ പ്രയാസമില്ലാതെ അവർ എന്തു ചെയ്യണം നമുക്കറിയാം. ഏത് ചെറിയ വിഷമവും, ഏത് ചെറിയ പ്രയാസവും, എത്ര ചെറിയ വേദനയും അതില്ലാതാക്കാനുള്ള വഴികൾ നമുക്കറിയാം. എങ്ങനെയൊക്കെയായിട്ട് ആ വഴികൾ തേടാറുമുണ്ട്. കടം വാങ്ങിയിട്ടോ, മറ്റുള്ള മുമ്പിൽ കൈ നീട്ടിയിട്ടോ, അവിടെയൊക്കെ പിരിവുണ്ടാക്കിയിട്ടോ, എങ്ങനെയൊക്കെയായിട്ട് ദുനിയാവിലെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. എത്ര വലിയ മേജർ ഓപ്പറേഷൻ പറഞ്ഞാലും പണമില്ലെന്ന് കരുതി വേണ്ടെന്ന് വെക്കാറില്ല. എവിടെ കൈ നീട്ടി ആരെങ്കിലും തന്ന് എവിടെങ്കിലും അപേക്ഷ കൊടുത്ത് വല്ല പള്ളി കമ്മിറ്റിയോ വല്ല സക്കാത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ നാട് മുഴുവൻ നടന്ന് പിരിവുണ്ടാക്കിയിട്ടൊക്കെയായി നമ്മൾ തൽക്കാലം അതിനുള്ള സാമ്പത്തികമായ ശേഖരങ്ങൾ നിർവഹിക്കാറുണ്ട്. എന്തിനാത്? ആ ഒരു ഓപ്പറേഷന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, വീടില്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടി, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള വഴികൾ ദുനിയാവിന് കാലത്ത് നമുക്കറിയാം. പക്ഷേ പിന്നീട് മടങ്ങാൻ നിർവാഹമില്ലാത്ത, അറ്റമില്ലാത്ത കാലം ജീവിക്കണമെന്ന എത്ര കോടി 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 കൊല്ലങ്ങൾ അനുഭവിച്ചാലും തീരാത്ത ആ ലോകത്ത് രക്ഷപ്പെടാൻ, അവരുടെ വേദനകൾ ഇല്ലാതാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അന്വേഷണവും പഠനവും അതിനുവേണ്ടിയുള്ള ജീവിതത്തെ ക്രമീകരിക്കും തന്നെയാണ് ഈ ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റുന്നത്. അവിടെ എല്ലാ മനുഷ്യരോടും ഒരേ സ്വരത്തിലാണ് സൂചിപ്പിക്കാറ്. മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരുമാണ് പറയാനുള്ളത്, ഈ ജീവിതം അവസാനിച്ചാൽ ശേഷമൊരു ജീവിതമുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇല്ലാതെ വിശ്വസിച്ചാലും അതില്ലാതാക്കൂലല്ലോ. വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മരിച്ചാൽ കഴിഞ്ഞു, പിന്നൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അതില്ലാതാകുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കയറിയാൽ ഒരു ഊരകമ്മലുണ്ട്, അരിമ്പറമലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതില്ലാതെ ഒരുത്തം വിശ്വസിച്ചുകൊണ്ട് ഇല്ലാതാവോ? ഒരുത്തം വിശ്വസിച്ചിട്ട് അപ്പുറത്തെ മലയൊന്നുമില്ല, അവിടെ കയറ്റൂല്ല, അവിടെ മിനിയൂട്ടിയില്ല, അങ്ങനത്തെ ഒന്നിലൊക്കെ വെറുതെ പറയാണ് എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അത് ഇല്ലാതാകുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ അതുപോലെ അതിനേക്കാളേറെ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ മരിച്ചാൽ അവസാനിക്കുന്നില്ല, ആരംഭിക്കുകയാണ് എന്നുള്ളത്. മരിച്ചാൽ അവസാനിക്കുകയായിരുന്നുവെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ ദുനിയാവിൽ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാര് ആ പ്രയാസം സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്? ജീവിതം അവസാനിപ്പിച്ചാൽ പോലെ എത്രയെത്ര ടെൻഷനുകളാണ് ഓരോ മനുഷ്യന്മാരും പേറിക്കൊണ്ട് നടക്കുന്നത്. ഒന്നുമില്ലാത്ത മനുഷ്യന്മാർക്കും എത്രയെത്ര വേദനകളും എന്തെല്ലാം ടെൻഷനുമാണ് ഓരോരുത്തർക്കും ഉള്ളത്. 10 ആൾ ഒന്നിച്ചേറ്റാലും പൊന്താത്തത്ര ഭാരങ്ങളാണ് ഓരോ മനുഷ്യന്മാരുടെയും തലയിൽ അവൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതെല്ലാം സഹിച്ച്, ഇതെല്ലാം താങ്ങി എന്തിനാ ജീവിക്കുന്നത്? ആ ജീവിതം അവസാനിപ്പിച്ചാൽ എല്ലാം കഴിയുമെങ്കിൽ.
ജീവിതം, മരണമെന്നത് അവസാനമല്ല, അത് തുടക്കമാണ്, അത് ആരംഭമാണ്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു എന്നാണ്. മരണമെന്നത് ഒരു കവാടമാണ്. ആ കവാടം എല്ലാവരും പ്രവേശിക്കുക തന്നെ ചെയ്യും. എല്ലാവരും നിർബന്ധമായും കടക്കുന്ന ഒരു കവാടം, ഒരു വാതിലാണ് മരണമെന്നത്. ഖബർ കേവലം 6 അടി മണ്ണല്ല, മറ്റു ലോകത്തേക്കുള്ള കവാടമാണ്. അത് മണ്ണിൽ മറമാടപ്പെട്ടാലും ശരി. ഇനി ഖബർ നിഷേധിക്കപ്പെട്ടു, മണ്ണിൽ മറമാടപ്പെട്ടില്ല, മറ്റേതെങ്കിലും രൂപത്തിൽ അവന്റെ ശരീരം കത്തിക്കരിഞ്ഞില്ലാതായി പോയാലും ശരി. പല രൂപത്തിൽ ആളുകൾ മരിക്കാറുണ്ട്. വിമാനങ്ങൾ കത്തിക്കരിഞ്ഞ് തീപ്പൊള്ളലേറ്റ് ഒരു പക്ഷേ ഒരു അവശിഷ്ടവും കിട്ടാത്ത വിധം പൂർണ്ണമായും നശിച്ചു പോകുന്ന മൃതശദേഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലുമൊക്കെ വന്യജീവികൾ തിന്ന് അതിന് വയറ്റിലകപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുണ്ട്. കടലിലേക്ക് വീണ് മത്സ്യങ്ങൾ വിഴുങ്ങി ഒന്നും കിട്ടാത്ത വിധമില്ലാതായി പോകുന്ന ആളുകളുണ്ട്. എവിടെയാണെങ്കിലും ശരി, അതെല്ലാം ബർസഖ് എന്ന ലോകം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീൽ. നിങ്ങൾക്ക് മരിച്ച് ഏതു ഭാഗത്തേക്ക്, ഭൂമിയിൽ എവിടെ നിങ്ങളിലേക്ക് പോയാലും ശരി, അതെല്ലാം റബ്ബറിയുന്നുണ്ട്. ഭൂമിയിലെ ഏതു ഭാഗത്താണ് മനുഷ്യന്റെ പാർട്സ് ഉള്ളത്, ഓരോ മനുഷ്യന്റെയും ശരീരത്തിന്റെ ഭാഗങ്ങൾ എവിടെയെല്ലാമാണ് അലിഞ്ഞു ചേർന്നത് അല്ലാഹുവിനറിയാം. മണ്ണിലേക്ക് പോയാലും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്കാണ് മടങ്ങുന്നത്. ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. മണ്ണിന്റെ ഭാഗമായി ലയിച്ച് അലിഞ്ഞില്ലാതായി പോയാലും ശരി, ഇല്ലാതായി പോകുന്നില്ല. മണ്ണല്ലാന്റെ സൃഷ്ടിയാണ്, ഈ ശരീരം അല്ലാന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു സൃഷ്ടി മറ്റു സൃഷ്ടിയിൽ ലയിച്ചാലും സട്ടാവിനറിയാം എവിടെയുണ്ട് എന്ന്. എല്ലാം അല്ലാഹുവിനറിയാം. തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മറ്റൊരിക്കൽ നാം നിങ്ങൾ ആ മണ്ണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അവിടെ രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തആല പഠിപ്പിച്ച, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച വഴി എന്താണോ, സിറാത്തുൽ മുസ്തഖീം എന്താണോ, ആ വഴിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ്. ഏതു രംഗത്തും, വിശ്വാസകാര്യങ്ങളിൽ, ആചാരങ്ങളിൽ, കർമ്മങ്ങളിൽ, സംസ്കാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ജോലികളിൽ, അവന്റെ എല്ലാ മേഖലയിലും, കുടുംബജീവിതത്തിൽ, അയൽപ്പക്ക മര്യാദകളിൽ, അങ്ങനെ തുടങ്ങി ഏതേതു രംഗത്തും എന്താണോ എന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചത്, എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത്, ആ വഴി സ്വീകരിക്കുക. അതാ രക്ഷയ്ക്കുള്ള ഏക മാർഗം. മനുഷ്യന്റെ സൃഷ്ടാവിന്റെ അധ്യാപനങ്ങളെ അനുസരിക്കുക, ഇതാ രക്ഷയ്ക്കുള്ള ഏക മാർഗം. ഏതു മനുഷ്യരാവട്ടെ, അവന്റെ വിശ്വാസവും അവന്റെ ജാതിയും മതവും എന്താകട്ടെ, അടിസ്ഥാനമായി മനുഷ്യൻ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ഞാൻ ആരാധിക്കേണ്ടത് എന്റെ സൃഷ്ടാവിനെയാണ്. എല്ലാ മനുഷ്യന്മാർക്കും സ്വീകരിക്കാവുന്ന ഒരേ ഒരാശയം. ഇന്ന് മനുഷ്യന്മാർ പലരും പലതിനെയും ആരാധിക്കുന്നവരാണ്. കല്ലിനെയും മണ്ണിനെയും മരങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും വായുവിനെയും വെള്ളത്തിനെയും തീയിനെയും മുതൽ എന്തിനേയും ഏതിനെയും ആരാധിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെ ഒരുപക്ഷെ സ്വാതന്ത്ര്യവും സാവകാശവും ഒക്കെ അവർക്കുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാധിക്കേണ്ടത് മനുഷ്യന്റെ സൃഷ്ടാവിനെയാണ്. ആരാണോ നമ്മെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുക. എന്നെ സൃഷ്ടിച്ചത് ആരാണോ അവനെ ഞാൻ ആരാധിക്കുക. എനിക്ക് വേണ്ടി ഭൂമിയെ സംവിധാനിച്ചവനാരാണോ, ആകാശത്തെ ഒരു മേൽക്കൂര പോലെ ഒരുക്കിയവനാരാണോ, ആരാണോ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത്, ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇതാണ് വിജയത്തിന്റെ ഒന്നാമത്തെ വഴി. സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ആദ്യത്തെ മാർഗം, ഒന്നാമത്തെ വഴി ഇതാണ്. മനുഷ്യന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സങ്കടങ്ങളെ പറയുക, അവനോട് മാത്രം ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള തന്റെ തേട്ടങ്ങളെ ആ സൃഷ്ടാവിനോട് മാത്രമാക്കുക. നിസ്കാരവും നോമ്പുമടക്കം തന്റെ മുഴുവൻ ഇബാദാത്തുകളും, നേർച്ചയും വഴിപാടും സത്യം ചെയ്യലും പരികർമ്മങ്ങളും അടക്കമുള്ള മുഴുവൻ ഇബാദാത്തുകളും മുഴുവൻ ആരാധനകളും മനുഷ്യന്റെ സൃഷ്ടാവിന് മാത്രമാക്കി മാറ്റുക. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന ഇതാണ്. വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാം ഓതാൻ തുടങ്ങിയാൽ ആദ്യമായി മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആനിൽ കാണുക. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനമാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. ഫാത്തിഹ സൂറത്ത് മുതൽ ഓതിപ്പോയാൽ
ആദ്യമായി മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനോട് പറയുന്ന ഒന്നാമത്തെ കൽപ്പന 2-ാം അധ്യായം 21-ാം വചനമാണ്. എന്താ ആശയം? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ജാതി മതങ്ങൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, ഭാഷകൾക്കതീതമായി, തലമുറകൾക്കതീതമായി, ലോകത്തെവിടെയെല്ലാം ഏതെല്ലാം കാലത്ത് ഏതെല്ലാം മനുഷ്യന്മാർ ജീവിക്കുന്നുവോ ആ എല്ലാ മനുഷ്യരെയുമുള്ള വിളിയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. എന്താ പറഞ്ഞത്? ഉഅ്ബുദൂ റബ്ബക്കും, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും, നിങ്ങൾ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. മനുഷ്യന്റെ സൃഷ്ടാവിനെ, മനുഷ്യന്റെ രക്ഷിതാവിനെ മനുഷ്യൻ ആരാധിക്കുക. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. ഇതാർക്കാ സ്വീകരിക്കാൻ പറ്റാത്തത്? ഇവിടെ വർഗീയത, ഇതിനെവിടെ വ്യത്യാസമുള്ളത്? നേരെ മറിച്ച് ഏതെങ്കിലും ഒരാള് തനിക്കിഷ്ടപ്പെട്ട ഒരു ആരാധനയ്ക്ക് വിളിച്ചാൽ അതൊരു പക്ഷെ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല. അതേസമയം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ആശയമാണ്, മനുഷ്യ നീ ആരാധിക്കേണ്ടത് നിന്റെ സൃഷ്ടാവിനെയാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ സൃഷ്ടാവിനെ, രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് അല്ലാഹു വിശദീകരിച്ചു. ആരാ രക്ഷിതാവ്? ആരാ സൃഷ്ടാവ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ്. നിങ്ങളെയും സൃഷ്ടിച്ച, നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. വീണ്ടും അല്ലാഹു അടുത്ത ആയത്തെ വിശദീകരിച്ചു. ഒന്നുകൂടെ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ചവൻ, ആകാശത്തെ ഒരു മേൽക്കൂര പോലെ ഒരുക്കി തന്നവൻ, ആ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നവൻ, മഴയെ വർഷിപ്പിച്ചവൻ. എന്നിട്ട് ആ മഴ മുഖേന നിങ്ങൾക്ക് വേണ്ട ഉപജീവന മാർഗങ്ങളായി പഴവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചവനാണ് അവൻ. അവനെയാണ് ആരാധിക്കേണ്ടത്. മനുഷ്യന്റെ ആരാധനകൾ, മനുഷ്യന്റെ പ്രാർത്ഥനകൾ മനുഷ്യന്റെ സൃഷ്ടാവിനോട് മാത്രം. ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും ശരി, അല്ലാഹ് എന്നല്ലാത്തൊരു വിളിയില്ല. ഏതു പ്രതിസന്ധികൾ, എന്തു വിഷമങ്ങൾ, ഏതു പ്രയാസങ്ങൾ എങ്ങനെ മേൽക്കുമേലെ വന്നാലും ശരി, എന്റെ റബ്ബിനോടല്ലാതെ, എന്റെ സൃഷ്ടാവിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കയില്ല. എന്റെ പ്രാർത്ഥന എന്റെ റബ്ബിനോട് മാത്രമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുക. എന്റെ പ്രാർത്ഥന എന്റെ റബ്ബിനോട് മാത്രം, എന്റെ സഹായാർത്ഥന, എന്റെ ഇബാദത്തുകൾ, എന്റെ ആരാധനകൾ എന്റെ റബ്ബിനോട് മാത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരാം. എന്തൊക്കെ വന്നാലും ശരി, എന്റെ റബ്ബിനോടല്ലാത്ത ഒരു തേട്ടമില്ല, ഒരു പ്രാർത്ഥനയില്ല. കാരണം എന്താ? ആ റബ്ബിന്റെ തീരുമാനങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏതു പ്രയാസങ്ങൾ വന്നാലും, എന്തു പരീക്ഷണം വന്നാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അത് മറികടക്കാൻ ആർക്കാ സാധിക്കുക? അതുകൊണ്ട് എല്ലാ ദിവസവും, എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ദിക്റാണല്ലോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. അല്ലാഹുവേ നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. റബ്ബേ, അല്ലാഹുവാണ് നൽകുന്നവൻ, അവനാണ് പിടിച്ചു വെക്കുന്നവൻ, നൽകാതിരിക്കുന്നവൻ. അതുകൊണ്ട് റബ്ബ് നൽകിയ ഒന്നിനെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്ന ആരുമില്ല. റബ്ബ് നൽകാത്ത ഒന്നിനെ വാങ്ങിത്തരാനും കഴിയുന്ന ആരുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, റബ്ബേ നീ നൽകിയാൽ തടയുന്ന ആരുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യൻ ഇതിൽ നിന്ന് വഴിമാറിപ്പോയി. സൃഷ്ടാവ് നൽകുന്ന പരീക്ഷണങ്ങളെ, സൃഷ്ടാവ് നൽകുന്ന അവന്റെ തീരുമാനങ്ങളെ മറികടക്കാനായി ആളുകൾ വ്യത്യസ്തമായ സൃഷ്ടികളെ ഇന്ന് ചെന്ന് കണ്ട് ആശാ കേന്ദ്രങ്ങളായി, പ്രതീക്ഷകളായി ആ സൃഷ്ടികളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോത്സ്യന്മാരും കണക്കന്മാരും പണിക്കന്മാരും സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരും ഹോജമാരും വ്യത്യസ്തമായ പേരുകളിലാണ് ഇന്ന് ആളുകൾ നാട് മുഴുവനും വിലസിക്കൊണ്ടിരിക്കുന്നത്. എന്തിനൊക്കെ? എല്ലാവരും ചെയ്യുന്ന പണി ഒന്നാണ്, രോഗം സുഖപ്പെടാൻ, മുറാദ് ഹാസിലാവാൻ, കളഞ്ഞുപോയ സാധനം കിട്ടാൻ, അസുഖം മാറാൻ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിലെല്ലാം അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ പറയപ്പെട്ട എല്ലാവരും
അവകാശപ്പെടുന്നത്. അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എന്ത് പേരാവട്ടെ, എങ്ങനെയായാലും ശരി, ഈ വക ചികിത്സയുമായി ബോർഡും വെച്ച് കാത്തിരിക്കുന്ന സിദ്ധവേഷം കെട്ടുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും അവകാശവാദം ഇതാണ്. അവിടെ ചെന്ന് പറഞ്ഞാൽ തീരാത്ത പ്രശ്നമല്ല. കടം കൊണ്ട് ബുദ്ധിമുട്ടിയാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. രോഗമാണോ അവിടെ പറഞ്ഞാൽ മതി. എന്തു പ്രയാസമാണെങ്കിലും അവിടെ ചെന്ന് പറയാമെന്ന മട്ടിൽ എന്തിനും ഏതിനുമുള്ള പരിഹാര കേന്ദ്രങ്ങളായി, ആശാ കേന്ദ്രങ്ങളായി ഇത്തരം ആളുകൾ നാട് മുഴുവൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ആരാ സഹോദരങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഏതു മനുഷ്യനാണ്, ഏതു സൃഷ്ടിക്കാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക? ആർക്കും സാധ്യമല്ല. നബി തങ്ങളുടെ പ്രാർത്ഥന എന്താ? പടച്ചവനെ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അല്ലാഹുവേ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ. നബി തങ്ങളുടെ പ്രാർത്ഥനയാണ് ലാ തകിൽനി, റബ്ബേ എന്നെ നീ ഏൽപ്പിക്കല്ല, എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ല. തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന ഒരു നിമിഷ നേരത്തേക്ക്, ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ എന്നാണ് നബി തങ്ങളുടെ പ്രാർത്ഥന. എങ്കിൽ പിന്നെ ആ നബിതങ്ങളെക്കാളും വലിയ തങ്ങളാര? ആ നബിയെക്കാളും വലിയ ഔലിയാപ്പാര? ആ നബിയെക്കാളും വലിയ സിദ്ധനാര? ആ നബിയെ ഖബറിനേക്കാളും വലിയ ഖബർ ലോകത്ത് വേറെ ഏതാ? എന്നിട്ടും ആളുകൾ ഖബർ തേടി പോകുന്നു, സിദ്ധന്മാർ തേടി പോകുന്നു. ഏതോ ഒരുത്തം വന്ന് ബീബിയാന്ന് പറഞ്ഞാൽ, തങ്ങളാന്ന് പറഞ്ഞാൽ, ഹോജയാണെന്ന് പറഞ്ഞാൽ, ഔലിയാപ്പാപ്പ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും നോട്ടമില്ല. നേരെ ചെന്ന് അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നു, പണം കൊടുക്കുന്നു. അവസാനം കാണാം വ്യാജസിദ്ധൻ പിടിയിൽ. അല്ലെങ്കിൽ കാണാം അയാളെ മുങ്ങിയെന്നറിയാം, അയാളെ മുങ്ങി, അവിടുന്ന് മുങ്ങി, പിന്നെ വേറെവിടെയും പോയി പൊങ്ങും, അവിടെയും കുറെ കാലം വിലസും, പിന്നെ അവിടുന്ന് മുങ്ങും. അങ്ങനെ പല സ്ഥലത്തും മുങ്ങിയും പൊങ്ങിയുമായി അയാളെല്ലാം മുറാദും ഹാസിലാക്കി അങ്ങനെ പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗമാ. ആരെങ്കിലും ഇത്തരം ഭാവി പ്രവചിക്കുന്ന അവകാശപ്പെടുന്ന ആളുകൾ, മണഞ്ഞ കാര്യം പറയാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകളെയോ ജ്യോത്സ്യന്മാരെയോ ആരെങ്കിലും സമീപിക്കുകയും വലിയ കാര്യം ചോദിക്കുകയും ചെയ്താൽ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അറാഫൻ ഔ കാഹിന, കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരാണ്, ജ്യോതിഷികള്, ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, കണക്കന്മാര്, അതൊക്കെയാണ് കാഹിൻ എന്ന് അറബിയിൽ പറയുക. അറാഫ് എന്ന് പറഞ്ഞാൽ മടഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്ന ആളുകൾ, അദൃശ്യമറിയുമെന്ന്, വൈബറിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഭാവി കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അതൊക്കെയാണ് അറബിയിൽ അറാഫ് എന്ന് പറയുക. നബി തങ്ങൾ പറയാണ് അറാഫിനെയോ കാഹിനെയോ ആരെങ്കിലും സമീപിച്ചാൽ, മടഞ്ഞ കാര്യം അറിയാൻ കഴിയുമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന, ഭാവി കാര്യങ്ങൾ പറയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന, അവകാശപ്പെടുന്ന വല്ലവനെയും ഒരുത്തൻ സമീപിച്ച് ഒരു കാര്യം ചോദിച്ചാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസ്, ആരും നിഷേധിക്കാത്ത ഹദീസ്. വേണമെങ്കിൽ ആരോടും പോയി ചോദിക്കാം, ഏത് ഉസ്താദോടും ചോദിക്കാം, ഉസ്താദേ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഹദീസ് ഉണ്ടോ, നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോടും പോയി അന്വേഷിക്കാം. അങ്ങനെ പോയി ചോദിച്ചാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. മറ്റൊരു റിപ്പോർട്ട് നബി തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു ഫസദ്ദഖഹു ബിമാ യഖൂൽ, ചോദിക്കുക മാത്രമല്ല അവൻ പറഞ്ഞ കാര്യം സത്യപ്പെടുത്തുകയും ചെയ്താൽ. അങ്ങനത്തെ ആളെ പോയി കണ്ടു, അയാൾ ചോദിച്ചു, അയാൾ പരിഹാരം പറഞ്ഞു, അത് വിശ്വസിക്കുകയും ചെയ്തു എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിയ ഈ മതത്തില്, ഈ വിശ്വാസത്തില് അവൻ അവിശ്വസിച്ചിരിക്കുന്നു. വ്യക്തമായ ഹദീസ്. സഹോദരന്മാരെ, ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? എന്താവശ്യം വന്നാലും നേരെ ചെല്ലാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്. എന്നിട്ട് അവിടെ പോയി ചോദിക്കുന്നു, അവരെന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കുന്നു. അതിനും വേണ്ടി അവർ നൽകുന്ന പ്രതിവിധികളെ അപ്പടി സ്വീകരിച്ചു കൊണ്ട് പോന്ന് അത് കുഴപ്പമില്ല, അത് തങ്ങപ്പാപ്പാനെ വാക്കിട്ടിയാൽ മതി, ആ ബീവി പറഞ്ഞാൽ മതി, അവിടുന്ന് ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, ആ നൂല് മതി, ആ ഏലസ് മതി, ആ ചരട് മതി എന്നും പറഞ്ഞുകൊണ്ട് നൂലും കിട്ടി നടക്കുന്ന മനുഷ്യന്മാരല്ലേ മഹാഭൂരിപക്ഷം ആളുകളും. നമ്മുടെ തവക്കുൽ റബ്ബിലേക്കാണോ അതല്ല ഇത്തരം വസ്തുക്കളിലേക്കാണോ? നബി തങ്ങൾ പറഞ്ഞു മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി, വല്ലതും കെട്ടിബന്ധിച്ചാൽ പടച്ച റബ്ബ് അവനെ അതിലേക്ക് അങ്ങ് ഏൽപ്പിക്കുന്ന. അല്ലാഹുവിനെ വിടും,
ഒരു നൂലും കെട്ടി ഒരു ഏലസും കെട്ടി ആ തങ്ങൾ തന്നതാണ്, ഇവരുടെ കിട്ടിയതാണ്, മറ്റേ ജാടത്തന്നാണ്, മറ്റേ ശൈഖ് തന്നതാണ് എന്നും പറഞ്ഞ് നൂലും ഏലസും ചരടുമായി നടക്കുന്ന ആളുകളെ അല്ലാഹു റസൂലിന്റെ ഈ അധ്യാപനത്തെ ഗൗരവമായി കാണുക. വല്ലതും കെട്ടിബന്ധിച്ചാൽ പടച്ച റബ്ബ് അവനെ അതിലേക്ക് അങ്ങ് ഏൽപ്പിക്കുമെന്നാണ്. പിന്നെ പടച്ചോനുമായുള്ള ബന്ധം വിട്ടു, പിന്നെ അവന്റെ ബന്ധം ഈ നൂലിലേക്കാണ്, പിന്നെ അവന്റെ സമാധാനം ഈ നൂലിലാണ്. എപ്പോഴും പിന്നെ ഒരു സമാധാനം എന്താ? ആ നൂലുണ്ട്, ആ ഏലസുണ്ട്, ആ ഒരു വളയമുണ്ട്, ആ തങ്ങപ്പാപ്പ തന്ന അത് മതി, അതിലാണ് സമാധാനം. പിന്നെ റബ്ബിനല്ല തവക്കുലിലേക്ക് മാറി, അവന്റെ സമാധാനം മുഴുവൻ ഇതിലേക്ക് മാറി. അവൻ എപ്പോഴും അതുണ്ടെങ്കിൽ സമാധാനമാണ്. അതെങ്ങാൻ നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത ബേജാറായി, വല്ലാത്ത പ്രയാസമായി. ഇങ്ങനെ ബറക്കത്തിനെന്നും പറഞ്ഞ് പലതും കൊടുത്ത് അതെല്ലാം കാലാകാലം പോക്കറ്റിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ പേഴ്സിൽ വെച്ച് അങ്ങനെ അതുമായി കാലാകാലം നടന്ന് അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് പടച്ച റബ്ബല്ലാത്തവരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്ന വിശ്വാസവുമായി പോകുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, അത് സിറാത്തുൽ മുസ്തഖീമല്ല. നബി തങ്ങൾ അങ്ങനെ മാതൃക പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബിമാരും ആ മാതൃക ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല. അതിനെതിരായുള്ള അധ്യാപനമാണ് നബിയും സ്വഹാബത്തുമെല്ലാം സമൂഹത്തിൽ നൽകിയത് എന്ന് ഗൗരവമായി നമ്മൾ തിരിച്ചറിയുക. പടച്ച റബ്ബിനെ ശരിയാവണ്ണം വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ലോകത്തെന്ത് സംഭവിച്ചാലും ശരി, എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി, വനിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതി അവൻ റബ്ബാകുന്നു, തവക്കൽതുലല്ല, എല്ലാം ഇതാ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ വിശ്വാസം. അതിനെ മറികടക്കാൻ പിന്നെ ആർക്കും കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, മേൽക്കുമേലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒന്നാകെ വന്നുകൂടിയാലും ശരി, ഒരാശങ്കയുമില്ല, ഒരു ബേജാറുമില്ല. ഹസ്ബി അല്ലാ, എനിക്കല്ല മതി. ആ റബ്ബ് എന്താണ് തീരുമാനിച്ചത് അത് നടക്കും. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് എന്റെ റബ്ബിന്റെ തീരുമാനമുണ്ട്. ഞാൻ ജനിക്കും മുമ്പ് റബ്ബ് തീരുമാനിച്ചതാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കും മുമ്പ് റബ്ബ് തീരുമാനിച്ചതാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. നടക്കാൻ പോണ മുഴുവൻ കാര്യങ്ങളും അതിലെഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സംഗതിയും പടച്ച റബ്ബ് രേഖപ്പെടുത്തി വെച്ചു, അവൻ തീരുമാനിച്ചു വെച്ചു. ആ തീരുമാനപ്രകാരമല്ലാതെ, ആ രേഖപ്രകാരമല്ലാതെ യാതൊന്നും നടക്കുന്നില്ല, നടക്കയില്ല. ആ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തു പേടിക്കാനാ? പിന്നെ ആരെ പേടിക്കാനാ? അതല്ലെങ്കിലോ ജീവിതം മുഴുവൻ അന്ധവിശ്വാസം കൊണ്ട് പൊറുതിമുട്ടി പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടാവും. രാവിലെ വീട്ടിൽ നിന്ന് വണ്ടിത്തിറങ്ങുമ്പോഴേക്ക് ഒരു കറുത്ത പൂച്ച ചാടി ഓൻ ബേജാറായി പോയി. ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്താൽ ഓൻ ബേജാറായി, ഇനി യാത്ര ശരിയാവൂല, ഇനി വഴിക്ക് പോയി നന്നാവൂല എന്നും പറഞ്ഞ് അതിന് യാത്ര മാറ്റിവെക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, ആരാ പഠിപ്പിച്ചത് അങ്ങനത്തെ സംവിധാനത്തെ? അവിടെ മുതൽ ആരംഭിക്കുന്ന വ്യത്യസ്തങ്ങളായ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിപ്പണഞ്ഞുകൊണ്ടാണ് സമൂഹം ജീവിക്കുന്നത്. എല്ലാ രംഗത്തും ഇത്തരം അന്ധവിശ്വാസങ്ങളാണ്. എന്തിനും ഏതിനും ശകുനം കണക്കാക്കുന്നവർ. ഒരു വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞാലും താമസമാക്കണമെങ്കിൽ നല്ല ദിവസം നോക്കി നഹ്സുണ്ടോ നോക്കിയിട്ട് ശകുനപ്പിഴ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ആ വീട്ടിന് താമസം തീരുമാനിക്കാൻ, വിവാഹം ഉറപ്പിക്കാൻ, യാത്ര ഉറപ്പിക്കാൻ. അങ്ങനെ ഏതേത് കാര്യങ്ങൾക്കും ദിവസങ്ങളും സമയവും കണക്കാക്കി ചില സമയങ്ങൾ മോശമാണ്, ചില ദിവസങ്ങൾ മോശമാണ്, സ്ഥലങ്ങൾ മോശമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് മുസ്ലിം സമുദായം എന്നുള്ളത്. ബിസ്മിൻ ചൊല്ലി റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങുന്ന വിശ്വാസിക്ക് എല്ലാ ദിവസവും ഖൈറാണ്. ചില ദിവസങ്ങൾ കൂടുതൽ ഖൈറാണ് എന്ന് മാത്രം. വെള്ളിയാഴ്ച അധികം ഖൈറാണ്, തിങ്കളാഴ്ച അധികം ഖൈറാണ്, അതിനർത്ഥം ചൊവ്വാഴ്ച മോശമാണെന്നല്ല. പക്ഷെ സമൂഹം അങ്ങനെയാണ്. പല ദിവസങ്ങൾക്കും നഹ്സാണ്, ദുസ്സഗുണമാണ് എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾ ഒന്നിനും പറ്റാത്തതാക്കി മാറ്റി, ചില സമയങ്ങൾ ഒന്നിനും പറ്റാത്തതാക്കി മാറ്റി, ചില സ്ഥലങ്ങൾ ഒന്നിനും പറ്റാത്തതാക്കി മാറ്റി. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ. ഒരു ദിവസം കുറച്ചൊരു ഒരു വിചാരിച്ച പോലെ കച്ചവടമെങ്കിൽ ഇന്ന് പാരെ കടയുണ്ടെന്ന് ചോദിക്കാം. രാവിലെ വന്ന് കട തുറന്നപ്പോ ആരും തന്നെ ഒരുത്തമെന്ന് കടം വാങ്ങിപ്പോയി. അപ്പൊ അന്നും ശരിയാവൂല, ആദ്യം തന്നെ കടാണ്. അവിടെ തുടങ്ങുക അന്ധവിശ്വാസം. ആദ്യം തന്നെ കടമാണെങ്കിൽ അല്ലെന്തോ ലാഭല്ലേ, കടം കൊടുത്ത കൂലിയും കിട്ടും, ഓന്റെ പൈസ കിട്ടുമ്പോ ആ പൈസയായി ഇരട്ടി ലാഭമാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. രാവിലെ തന്നെ കടം ഇനി ശരിയാവൂലാന്നാ അവിടെ പറഞ്ഞ് തൽക്കാലം പോയിട്ട് ഞാൻ തുറക്കുന്നുള്ളൂ, ആദ്യം തന്നെ കടം തന്നാൽ ശരി, പോയി കണ്ടു വാ, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് അപ്പം തരാന്നറിയാം. ഇതൊക്കെ സഹോദരങ്ങളെ ഈ ഈമാനിൽ വരുന്ന കുറവിന്റെ ചില സ്വാധീനങ്ങൾ തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ആ വഴിയെല്ലാം നാം തിരിച്ചറിയുക. എന്റെ റബ്ബിന്റെ മാർഗം, റബ്ബ് പഠിപ്പിച്ച മാർഗം, ആ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം, അവന്റെ ഖദാ ഖദറിൽ, അവന്റെ വിധിയിലുള്ള അടിയുറച്ച വിശ്വാസം, ആ അടിസ്ഥാനത്തിൽ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ടുള്ള യാത്ര, അതാണ് വിശ്വാസിക്ക് വേണ്ടത്. അതോടൊപ്പം അല്ലാഹും റസൂലും ജീവിതത്തിൽ എന്തെല്ലാമാണോ നമ്മോട്
പാലിക്കാനും അനുഷ്ഠിക്കാനും പഠിപ്പിച്ചത് അത് മുഴുവനും കഴിവിന്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക. ഏതു രംഗത്തും, നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നോമ്പിന്റെ കാര്യത്തിൽ, സക്കാത്തിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ കാര്യത്തിൽ, അങ്ങനെ ഫർളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 നേരത്തെ നിസ്കാരം ഏറെ ഗൗരവമാണ്. നബി തങ്ങൾ പറഞ്ഞത് 5 നേരത്തെ നിസ്കാരം, ഫർളായ നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ പിന്നെ അവനും കുഫറിനുമിടയിൽ പിന്നെ വേറെ വ്യത്യാസമില്ല. ഒരു മനുഷ്യനും കുഫറിനുമിടയിൽ, ഒരു മനുഷ്യനും ശിർക്കിനുമിടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ. ആരാണോ നിസ്കാരം ഒഴിവാക്കുന്നവൻ അവന്റെ ഈമാൻ പിന്നെ ശരിയല്ല, അവൻ കുഫറാണ് ചെയ്തത് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് നിസ്കാരത്തെ മാറ്റിവെക്കുന്ന ആളുകൾ, നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ എല്ലാ സാഹചര്യവും ഒത്തിട്ടും ഹജ്ജിന് പോകാതെ അത് പിന്നേക്ക് നീട്ടിവെച്ച് വയസ്സാകട്ടെ പ്രായമാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ആളുകൾ, സക്കാത്ത് കാലങ്ങളായി കൊടുത്തിട്ടില്ലാത്ത ആളുകൾ, അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലില്ല. നമുക്കൊന്നും സക്കാത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുക പല ആളുകളും. സക്കാത്തൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വലിയ വലിയ പൈസക്കാർക്കല്ലേ. നമുക്ക് എന്റെ സക്കാത്ത് നാണ്. ഒരു വർഷം അവന്റെയും കുടുംബത്തിന്റെയും ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ള അവന്റെ വരുമാനം, അവന്റെ മിച്ചമുള്ള വരുമാനം 10 പവൻ സ്വർണത്തിന്റെ തോതുണ്ടോ എങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതാണ് ഏറ്റവും അവസാനം പറയാനുള്ള വാക്ക്. ഏറ്റവും ലാസ്റ്റ് മിനിമം അതെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. അവന്റെ ഒരു വർഷത്തെ ചെലവ് കണക്കാക്കുക, വരുമാനം കണക്കാക്കുക, അത് കഴിഞ്ഞ് ബാക്കി വരാവുന്നത് അത് നോക്കുക. അങ്ങനെ അവന്റെ വരുമാനം ആ ലെവലിലേക്ക് എത്തുമെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അത് കൃഷിയാവട്ടെ, അവന്റെ ബിൽഡിംഗ് വാടക ആവട്ടെ, ശമ്പളമാകട്ടെ, അല്ലാത്ത വരുമാനമാകട്ടെ, ഏത് വരുമാനമാണെങ്കിലും ശരി, എല്ലാത്തിനും കൂടെ സക്കാത്ത്, ഓരോന്നിനും തോത് കണക്കുകൾ വ്യത്യാസമുണ്ടാകാം എന്ന് മാത്രം. സ്വർണത്തിന് സക്കാത്തുണ്ട്, വെള്ളിക്ക് സക്കാത്തുണ്ട്, വരുമാനത്തിന് സക്കാത്തുണ്ട്, ശമ്പളത്തിന് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്. പക്ഷെ ആരാ സഹോദരങ്ങളെ അതേപ്പറ്റി ആലോചിച്ചത്? മദ്രസയിൽ 1ാം ക്ലാസ് മുതൽ പാടിയും പറഞ്ഞും പഠിച്ചു പോകുന്നതാണ് ഇസ്ലാംകാരെ മഞ്ചാണ്, അതില്ലെങ്കിൽ നരകം മോന്റെ വീടാന്നൊക്കെ പഠിപ്പിച്ചതല്ലാതെ, അത് കാണാപ്പാടം ചൊല്ലിപ്പഠിച്ചതല്ലാതെ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതേപോലെ മറ്റു ഇബാദാത്തുകൾ, ഫർളും സുന്നത്തുമായി ധാരാളം ഇബാദാത്തുകൾ, ഖുർആനുമായുള്ള ബന്ധം, അതുപോലെ റബ്ബുമായുള്ള ബന്ധം, ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഇബാദാത്തുകളിൽ ശ്രദ്ധ കുറയുകയും അല്ലാത്ത ആരോ കെട്ടിയുണ്ടാക്കിയ ഇബാദാത്തുകളെ പിന്നാലെ പോവുകയും ചെയ്യുകയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത്. നബി തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഇബാദത്തുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകൾ, ധാരാളം ദിക്റുകൾ, ധാരാളം ദുആകൾ, സ്വലാത്തുകൾ എല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ പിന്നീട് പിൽക്കാലത്ത് പലരും കെട്ടിക്കൂട്ടുണ്ടാക്കിയ വ്യാജമായ ദിക്റും വ്യാജമായ സ്വലാത്തുകളും ഉണ്ട്, പാട്ടും ബെയ്ത്തുമുണ്ട്, മാലയും മൗലീദുമുണ്ട്. അതിന്റെ പിന്നാലെയാണ് പലപ്പോഴും ആളുകൾ പോകുന്നത്. നാരിയാ സ്വലാത്തും കമാലിയാ സ്വലാത്തും താജ് സ്വലാത്തും മുതൽ സ്വലാത്തുൽ ഫാത്തിഹ അടക്കമുള്ള പിൽക്കാലത്ത് ഓരോരുത്തരും ഉണ്ടാക്കി വിട്ട വ്യാജമായി നിർമ്മിച്ച പലതിലും ആശയപ്പോലും അനിസ്ലാമികമായ ഇല്ലാത്ത പോലീസുകൾ കൽപ്പിക്കപ്പെട്ട അത്തരം ദിക്റുകളുടെ ദുആകളുടെ സ്വലാത്തുകളെ പിന്നാലെയാണ് മനുഷ്യന്മാരുള്ളത്. പഠിപ്പിക്കപ്പെട്ട് ചെയ്യാൻ പലപ്പോഴും ആവേശമില്ല, അല്ലാത്തതിന്റെ പിന്നാലെയാണ് ആളുകൾ പോകുന്ന. സഹോദരങ്ങളെ, ഇതൊന്നും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. നബി തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ദീനിൽ നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന്, അല്ലാഹു തആല നിശ്ചയിക്കാത്ത ഒന്ന് ഈ ദീനിൽ ആരുണ്ടാക്കിയാലും ശരി ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ട കാര്യമാണ്, തള്ളപ്പെടേണ്ട കാര്യമാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമല, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഇല്ലാത്ത അമല് ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഹബീബായ നബി തങ്ങളുടെ കൽപ്പന ഉള്ളതാണോ അല്ലേ എന്ന ഒരു അന്വേഷണം സഹോദരങ്ങളെ ഈ രംഗത്ത് അനിവാര്യമാണ്. സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ, നാം ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗം കിട്ടണമെന്നാണ് നമ്മുടെ നിയ്യത്ത് എങ്കിൽ നബി തങ്ങൾ പറഞ്ഞ ഈ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുക. നമ്മുടെ കൽപ്പന ഇല്ലാത്ത അമല് ആര് ചെയ്താലും ശരി തള്ളപ്പെടേണ്ടതാണ് എന്ന നബി വചനം. എങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നബി തങ്ങൾ കൽപ്പിച്ചതാണോ, നബി തങ്ങൾ പഠിപ്പിച്ചതാണോ എന്ന ഒരു അന്വേഷണം അനിവാര്യമാണ്.
അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകും കുത്തുബിയത്ത് നബി തങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ മാല നബി തങ്ങൾക്ക് പരിചയമില്ല, ഒരു മാലപ്പാട്ട് നബി തങ്ങൾക്ക് പരിചയമില്ല. അതേപോലെ വ്യത്യസ്തമായ നേർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെല്ലാം നേർച്ചകളുണ്ട്, ഇതൊക്കെ നബി തങ്ങൾക്ക് പരിചയമുള്ളതാണോ എന്ന ഒരു അന്വേഷണം. പല നിസ്കാരങ്ങളും പല നോമ്പുകളും പോലും നബിക്കറിയാത്ത, സ്വഹാബിമാർക്കറിയാത്ത നിസ്കാരം നോമ്പും വരെ ഇന്ന് സമൂഹത്തിലുണ്ട്. മീറാജ് നോമ്പ് പോലെ നോമ്പുകൾ ഒന്ന് അന്വേഷിച്ചാൽ മതി. നബി തങ്ങൾ നോറ്റ നോമ്പാണോ, സ്വഹാബിമാർ നോറ്റ നോമ്പാണോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന മറുപടിയെ കിട്ടുള്ളൂ. എന്നാൽ തിങ്കളാഴ്ച നോമ്പ് നബി തങ്ങൾ നോൽക്കാൻ പറഞ്ഞു, വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ പറഞ്ഞു, ശവ്വാൽ 6 നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നബി തങ്ങൾ നോൽക്കുകയും ചെയ്തു. അറഫ നോമ്പ് പഠിപ്പിച്ചു, ഇങ്ങനെ മുഹറം 9, 10 പഠിപ്പിച്ചു. ഒരുപാട് നോമ്പുകൾ നബി തങ്ങൾ പഠിപ്പിച്ചു. എന്ന് വേണം നോമ്പെടുക്കാം. ഹറാമായ ദിവസമല്ലാത്ത ദിവസങ്ങളൊക്കെ, പെരുന്നാൾ ദിവസങ്ങൾ നോമ്പ് വയ്ക്കാൻ പാടില്ല. അതല്ലാത്ത മറ്റേത് ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാമെന്ന് നബി തങ്ങൾ പൊതുവായി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രത്യേകമായ നോമ്പായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബറാത്ത് നോമ്പും മിറാജ് നോമ്പും ഒക്കെ പലപ്പോഴും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ, നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഏതൊരാൾക്കും ബോധ്യമാകും. പക്ഷേ തിങ്കളാഴ്ച നോമ്പിനോ വ്യാഴാഴ്ച നോമ്പിനോ ഇല്ലാത്ത മഹത്വം, ശവ്വാൽ 6 നോമ്പിന് കാണിക്കാത്ത മഹത്വം, അറഫ നോമ്പിന് പോലും കാണിക്കാത്ത മഹത്വമാണ് മിറാജ് നോമ്പിന് ആളുകൾ കാണിക്കുന്നത്, ബറാത്ത് നോമ്പിന് ആളുകൾ കാണിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ അടിസ്ഥാനമുണ്ടോ, തെളിവുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്നാണ് ആർക്കും ബോധ്യമാവുക. സഹോദരങ്ങളെ, സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ, ഈ കർമ്മങ്ങൾ കൊണ്ട്, ഈ അമലുകൾ കൊണ്ട് സ്വർഗമാണ് നാം ലക്ഷ്യമാക്കുന്നതെങ്കിൽ, ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അമൽ കൊണ്ട് മാത്രമേ സ്വർഗത്തിലേക്ക് എത്തൂ. അല്ലാത്ത അമലുകൾ സ്വീകാര്യമല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത അമൽ ആര് ചെയ്താലും ശരി, അതെല്ലാം തള്ളപ്പെടേണ്ടതാണ്, തള്ളിക്കളയേണ്ട കാര്യമാണ് എന്ന നബി തങ്ങളുടെ അധ്യാപനം ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ടാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത്. സഹോദരങ്ങളെ, ഏതു രംഗത്ത് നമ്മുടെ കർമ്മങ്ങൾ ശരിയായ വഴിക്കാവണം, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാവണം. വിശുദ്ധ ഖുർആനും നബി തങ്ങളുടെ അധ്യാപനവുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, അവയോട് യോജിക്കുന്ന കർമ്മങ്ങളെ സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളായി മാറുകയുള്ളൂ. നബി തങ്ങൾ ചെയ്യാത്ത, സ്വഹാബിമാർക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിൽ നിന്ന് താബഈകൾ സ്വീകരിച്ച് ആചരിച്ചതല്ലാത്ത ഒരു ഇബാദത്ത് ഇസ്ലാമിലില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. നബി തങ്ങളുടെ സ്വഹാബിമാർ ഇബാദത്തായി അനുഷ്ഠിക്കാത്ത ഒന്നും നിങ്ങൾ ഇബാദത്ത് അനുഷ്ഠിക്കരുത്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ മുൻഗാമികൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്നാണ്. മുൻഗാമികൾ ചെയ്യാതെ പോയിട്ട് ഈ ശേഷം വല്ലതും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഒന്നുപോലും ബാക്കി വെച്ചിട്ടില്ല. എല്ലാ ഇബാദത്തും സ്വഹാബിമാർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. സ്വഹാബിമാർ ചെയ്യാത്ത, അവർ ആചരിക്കാത്ത, അവർ അനുഷ്ഠിക്കാത്ത ഒരൊറ്റ ഇബാദത്തുമില്ല. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാതൃകയുണ്ടോ, നബി തങ്ങളുടെ അധ്യാപനമുണ്ടോ എങ്കിൽ ദീനാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ലെങ്കിൽ അത് ദീനല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം മതം പഠിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായി മാറണം. ഖുർആൻ കേവലം ഓതിപ്പോകാൻ മാത്രമല്ല, കേവലമായി ഓതിപ്പോകാൻ മാത്രമല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വഴികാട്ടിയായിക്കൊണ്ടാണ്, മൗഇദത്ത് ഉപദേശമായിക്കൊണ്ടാണ്, ഹുദ വഴികാട്ടിയായിക്കൊണ്ടാണ്, നൂറ് വെളിച്ചമായിക്കൊണ്ടാണ്. എന്തെല്ലാം പ്രയോഗങ്ങളാണ് ഖുർആനെ പറ്റി അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അത് റഹ്മത്താണ്, കാരുണ്യമാണെന്ന് പറഞ്ഞു, നൂറാണ്, വെളിച്ചമാണെന്ന് പറഞ്ഞു, ഹുദയാണ്, മാർഗദർശനമാണെന്ന് പറഞ്ഞു, മൗഇദത്താണ്, ഉപദേശമാണെന്ന് പറഞ്ഞു, ശിഫാ ആണ്, ശമനമാണ്, കുഫറിന്, ശിർക്കിന്, തോന്നിവാസങ്ങൾക്കെല്ലാമുള്ള ശമനമാണെന്ന് പഠിപ്പിക്കപ്പെട്ടു. പക്ഷേ ആ വഴിക്കൊന്നും ഖുർആനെ മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. 40, 50, 60, 70 കൊല്ലം വിശുദ്ധ ഖുർആൻ ഓതിപ്പോകുക എന്നല്ലാതെ ഫാത്തിഹ സൂറത്തിനെ പോലും ആശയം എന്താണ് എന്ന് ആലോചിക്കാൻ പോലും പലർക്കും അവസരമുണ്ടായിട്ടില്ല. ഒരായത്ത് പോലും എന്താ എൻ്റെ റബ്ബ് പറഞ്ഞത്, എന്താ അല്ലാഹ് എന്നോട് പറയുന്നത് എന്ന് ആലോചിക്കാൻ പോലും തയ്യാറായിട്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന വിളി ഖുർആനിൽ ധാരാളം സ്ഥലത്ത് കാണുന്നു. അതെങ്ങനെ ഓതിപ്പോകുന്നു എന്നല്ലാതെ എന്താണ് ഈ പറഞ്ഞത്, എന്നെയാണോ വിളിച്ചത്, യാ അയ്യുഹന്നാസ്, അല്ലാഹയാണ് വിളിച്ചത്, എൻ്റെ പടച്ചോനാണ്, എന്നെയാണ് വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നിട്ട് ആ വിളി എന്താ അല്ലാഹ് പറഞ്ഞത് എന്ന് ചെവി കൊടുക്കാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ, ഒന്ന് അന്വേഷിക്കാൻ, ഒന്ന് പഠിക്കാൻ സഹോദരന്മാരെ പലപ്പോഴും സാധിച്ചിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന വിളി ഖുർആനിൽ ധാരാളം സ്ഥലത്ത് കാണാം. എന്നോടാണല്ലോ വിളി. ഈ രണ്ട് വിളികളും നമുക്ക് ബാധകമാണ്. യാ അയ്യുഹന്നാസ്,
നാസ് എന്ന വിളിയും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളിയും എന്നെയാണ് വിളിക്കുന്നത്, നമ്മയാണ് വിളിക്കുന്നത്, നമ്മൾ റബ്ബാണ് വിളിക്കുന്നത്. എന്നിട്ട് പോലും എൻ്റെ റബ്ബ് എന്നെ വിളിച്ചിട്ട് എന്താ റബ്ബ് പറഞ്ഞത്, എന്താ റബ്ബിനോട് ആവശ്യപ്പെട്ടത് എന്നൊന്ന് അന്വേഷിക്കാൻ പോലും, ഒന്ന് പഠിക്കാൻ പോലും സഹോദരങ്ങളെ സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്കെന്താ വഴിയുള്ളത്? അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, അതിന്റെ പഠിതാക്കളായി മാറുക. നബി തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുന്നവരാണ്, അത് പഠിപ്പിക്കുന്നവരാണ് എന്നാണ്. അതിനേക്കാൾ ഖൈറായ മറ്റാരുമില്ല. ഖുർആൻ പഠിക്കുന്നവനേക്കാൾ പഠിപ്പിക്കുന്നവനേക്കാൾ ഖൈറായ മറ്റാരുമില്ല. എല്ലാ അറിവിന്റെയും സ്രോതസ് ഖുർആനാണ്, ഹദീസാണ്. അതിൽ നിന്നാണ് മുഴുവൻ ഇൽമുകളും ഉണ്ടാകുന്നത്. ഇൽമിന്റെ അസ്ല് ഖുർആനും ഹദീസുമാണ്. അത് സഹോദരങ്ങളെ, ആ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിന്റെ കൂടെ പ്രവാചക വചനങ്ങളുടെ കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ജാമിഅ അൽ-ഹിന്ദ് വിദ്യാർത്ഥി കൂടിയായ സുഹൈൽ പറമ്പിൽപ്പുഴ ഇവിടെ ഉണ്ട്. അദ്ദേഹം സംസാരിക്കും. നമ്മുടെ സ്ഥാപനത്തിന്റെ 3ാമത് സന്നദ്ധാന സമ്മേളനത്തിന്റെ പ്രചാരണ ഭാഗമായാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതിലേക്ക് നിങ്ങളെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ കൂടിയാണ് ഈ പ്രോഗ്രാം. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 6, 7, 8 തീയതികളിലായി മിനി ഊട്ടിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് കഴിവിന്റെ പരമാവധി എത്തിച്ചേരാൻ ഈ പ്രദേശത്തെ എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. നിങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ അയൽവാസികൾ. മിനി ഊട്ടിയിൽ നിൽക്കുന്ന സ്ഥാപനം എന്നൊക്കെ അതിൽ അഹലുകാർ ഈ പ്രദേശത്തുകാരാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഒരു വെളിച്ചം എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെ കൂടെ സഞ്ചരിക്കാൻ വെള്ളി ശനി ദിവസങ്ങളിൽ നല്ല ഒരുപാട് വൈജ്ഞാനികമായ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച് രാത്രി ഒരു 9 മണിക്ക് അവസാനിക്കും. ശനിയാഴ്ച രാവിലെ മുതൽ വ്യത്യസ്തമായ സെഷനുകളുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ പൊതുസമ്മേളനം രാത്രി ഒരു 9-9:30 വരെ ഉണ്ടാകും. ഞായറാഴ്ചയും രാവിലെ മുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുണ്ട്. ഞായറാഴ്ച വൈകുന്നേരത്തെ പൊതുസമ്മേളനം തൊട്ടപ്പുറത്ത് വേങ്ങര ടൗണിൽ സഭാ സ്ക്വയർ എന്ന് പറയുന്ന വിശാലമായ മൈതാനിയിലാണ് ഞായറാഴ്ച വൈകുന്നേരത്തെ പൊതുസമ്മേളനം സന്നദ്ധാന സമ്മേളനം ഉള്ളത്. ഏതായിരുന്നാലും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പരലോകത്തേക്ക് എന്തെങ്കിലും ഒരു വിഭവം ശേഖരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തെ അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ. തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മിനി ഊട്ടി ജാമിയയിലെ വിദ്യാർത്ഥി കൂടിയായ സുഹൈലിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.